ഡോക്ടർ ജിൻഡോ, വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ തോളത്തിരുന്ന് വീമ്പ് പറയുന്ന കോൺഗ്രസ്, അപ്പോൾ വലിയ അലങ്കാരങ്ങളൊന്നും വേണ്ട പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരം വയനാട്ടിലാകുന്നതിന്. ഇതാണ് ശ്രീ JR പത്മകുമാർ പറഞ്ഞത്. ശ്രീ ഗോപി, ഇതിൽ അദ്ദേഹം 2-3 കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് മാത്രം പോയിന്റ് ചെയ്ത് അതിന് മാത്രം മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, 2014 നരേന്ദ്രമോദി വാരാണസിയിലും വഡോദരയിലും മത്സരിച്ചു ഒരേ സമയം. അന്ന് അദ്ദേഹം മത്സരിച്ച 2 മണ്ഡലങ്ങളിലും പ്രസംഗിച്ചിരുന്നോ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഏത് മണ്ഡലം ഉപേക്ഷിക്കുമെന്ന്? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞ BJP-കാരൻ്റെ ന്യായം ശരിയാണെന്ന് നമ്മൾക്ക് സമ്മതിക്കാം. അദ്ദേഹം വഡോദര ഉപേക്ഷിച്ചു, വാരാണസിയുടെ കൂടെ നിന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം വഡോദരക്കാരെ വഞ്ചിച്ചുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർ ഉന്നയിക്കുന്ന വാദങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഇവർ ചോദിക്കുന്ന രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചിട്ടാണ്. ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഫാക്ച്വൽ എറേഴ്സ് ആണ്. ഇവിടെ ഇലക്ഷൻ 7 ഘട്ടമായിട്ട് തീരുമാനിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ UDF അല്ല, ഇന്ത്യ മുന്നണിയോ അല്ല, ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനാണ്. അതെന്തിനാ? നരേന്ദ്രമോദി എന്ന് പറഞ്ഞ 10 വർഷം ഈ രാജ്യം ഭരിച്ചിട്ട് ഒരു വികസന നേട്ടം പോലും അവകാശപ്പെടാനില്ലാത്ത ഒരു പ്രധാനമന്ത്രിക്ക് ഈ രാജ്യം മുഴുവൻ നടന്ന് വർഗീയതയും വിദ്വേഷവും വിഷവും വിളമ്പാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കാൻ 7 ഘട്ടമായിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം, ഈ കേരളത്തിലെ ഇലക്ഷന് ശേഷം 5ാം ഘട്ടത്തിൽ നടക്കുന്ന റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് വയനാട്ടിൽ പ്രസംഗിച്ചില്ല എന്ന് പറയുന്നത് ഫാക്ച്വൽ ആയിട്ടുള്ള എററാണ്. അദ്ദേഹം വീണ്ടും അത് ആവർത്തിച്ചതുകൊണ്ട് കള്ളം മനഃപൂർവ്വം പറഞ്ഞതായിട്ട് വേണം നമ്മൾ കാണാൻ. രണ്ടാമത്തത്, ഇവർ പറയുന്നത് ഇവർ വലിയ ഭയങ്കരന്മാരായിട്ടുള്ള ആളുകളാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ നിങ്ങളുടെ സീറ്റ് എണ്ണം ഇത്രയധികം കുറഞ്ഞു പോയത്? നിങ്ങൾ വലിയ മിടുക്കരാണെന്നല്ലേ പറഞ്ഞ്. മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയത്തിലേക്ക് പോയത്? അതിന് ഉത്തരം പറയണ്ടേ? മണിപ്പൂരിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയത്തിലേക്ക് പോയത്? നിങ്ങളുടെ സംസ്ഥാന മുഖ്യമന്ത്രി അടക്കം ഭരിക്കുന്ന സംസ്ഥാനത്ത് നിങ്ങൾ പരാജയത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളോട് നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ട് അവരെ വഞ്ചിച്ച, കള്ളച്ചൂത് കാണിച്ച നരേന്ദ്രമോദിക്ക് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് 2024 ഇലക്ഷൻ റിസൾട്ട്. നിങ്ങൾ അധികാരത്തിൽ വന്നു എന്ന് പറയുമ്പോൾ JDU-വും നിതീഷ് കുമാറിന്റെ ജനതാദളും TDP-യും കൊടുത്ത ആ വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് ജീവശ്വാസം എടുക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ പ്രതിനിധി വന്നിരുന്ന് പറയുകയാണ് ഞങ്ങൾ ജയിച്ചുവെന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് താഴേക്ക് പോയത്? അതിനെക്കുറിച്ച് പറയൂ. ഞങ്ങളുടെ 50 സീറ്റിൽ നിന്ന് ഞങ്ങൾ 102, 101 ഒക്കെ ആയിട്ട് ഞങ്ങളുടെ സീറ്റ് എണ്ണം ഇരട്ടിയാക്കുമ്പോൾ നിങ്ങളുടെ കൂടെ സർവ്വസന്നാഹങ്ങളും ഉണ്ടായിരുന്നു, സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരുന്നു, ഈ രാജ്യത്തെ അദാനിയും അംബാനിയും അടക്കമുള്ള കോർപ്പറേറ്റുകൾ ഉണ്ടായിരുന്നു, ഇലക്ഷൻ കമ്മീഷനും ജുഡീഷ്യറി അടക്കം ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ നടത്തിയ കള്ളച്ചൂതിനെ അതിലംഘിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി ഇത്ര വലിയ വിജയം നേടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണ് വിജയിച്ച ആളുകൾ. വിജയിച്ച ഞങ്ങൾ എന്ന് പറയാൻ കാരണം, തോറ്റു എന്ന് നിങ്ങൾ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പത്രക്കാരെ കണ്ട് അഭിമുഖം കൊടുത്ത് സംസാരിച്ചിട്ട് പോലും നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് പത്രക്കാരെ അഭിമുഖീകരിക്കാൻ ഈ നിമിഷം വരെ തയ്യാറാകാത്തത്? എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം മരിച്ച വീട്ടിനേക്കാൾ ശ്മശാനമുഖമായിട്ടല്ലേ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ വന്നത്? അദ്ദേഹം എന്തുകൊണ്ടാണ് ജയ് ശ്രീറാം എന്നുള്ള മുദ്രാവാക്യത്തിൽ നിന്ന് ജയ് ജഗന്നാഥ് എന്നുള്ള മുദ്രാവാക്യത്തിലേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യം പറിച്ചു നട്ടത്? അത് നിങ്ങൾ മണത്ത പരാജയത്തിന്റെ ഫലം കൂടിയാണ്. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധി നിങ്ങൾ ഹിന്ദി ഹൃദയഭൂമി എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന അവിടെ വന്ന് അദ്ദേഹം മത്സരിച്ച് ജയിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 4-1 കുറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അതിന്റെ 3 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. ഇനി അടുത്ത നിങ്ങൾ പറയുന്നത് ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ലീഗിന്റെ കൊടി ഞങ്ങൾ ഉപയോഗിച്ചില്ലെന്ന്. അത് ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമാണ്. ഞങ്ങൾ ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും ഞങ്ങളുടെ ഘടകകക്ഷികളുടെ കൊടിയും ഉയർത്തിക്കൊണ്ട് പ്രചരണം നടത്തിയ 2019 തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞില്ലേ പാകിസ്ഥാന്റെ കൊടിയാണെന്ന്? JR പത്മകുമാറിന് അത് തിരുത്തി പറയാൻ പറ്റുമോ? നിങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ലേ? ഈ കേരളത്തിൽ ലീഗുകാർ ഉപയോഗിക്കുന്ന കൊടി പാകിസ്ഥാന്റെ കൊടിയാണോ അല്ലയോ എന്ന് ഉത്തരം പറയാൻ താങ്കൾ തയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങൾ പറയുന്ന വാദങ്ങളെ അംഗീകരിക്കാം. നിങ്ങൾ അങ്ങനെ കള്ളച്ചൂത് നടത്തും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തത്. ഞങ്ങളുടെ പാർട്ടിയുടെ കൊടികൾ, ഞങ്ങളുടെ മുന്നണിയിലുള്ള പാർട്ടികളുടെ കൊടികൾ എപ്പോൾ ഉപയോഗിക്കണം തീരുമാനിക്കാനുള്ള രാഷ്ട്രീയ അവകാശമെങ്കിലും ഞങ്ങൾക്ക് തരൂ പത്മകുമാറെ. നിങ്ങൾക്ക് വേണം. ഞങ്ങൾ പറയുന്നത് കേട്ടോട്ട് കൊടി താഴ്ത്തി വെക്ക്. അല്ല, ഞങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് കൊടി താഴ്ത്തി വയ്ക്കല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ടും നരേന്ദ്രമോദി ഒരു അക്ഷരം പോലും പറയാതെ ഓടി ഒളിച്ചത് എന്തുകൊണ്ടാണ്? മൗനത്തിന്റെ മഹാഭാരതത്തിൽ ഒളിച്ചത് എന്തുകൊണ്ടാണ്? അങ്ങനെ വലിയ ധൈര്യശാലികളാണെങ്കിൽ രാഹുൽ ഗാന്ധിയോടോ പ്രിയങ്ക ഗാന്ധിയോടോ എന്തിനാ മല്ലികാർജുൻ ഖാർഗെയോടെങ്കിലും നിങ്ങൾ പ്രസംഗിക്കാൻ നിങ്ങൾ സംവാദത്തിന് തയ്യാറുണ്ടോ? ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പത്രമാധ്യമക്കാരനെ, ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ നേരിട്ട് കണ്ട് ശരി ഡോക്ടർ ജിൻഡോ, ഇനി ശ്രീ JR പത്മകുമാർ ഒന്ന് പറയട്ടെ, അദ്ദേഹത്തിന് പറയാനുള്ളതൊന്ന് കേൾക്കാം. ശരി ശ്രീ JR പത്മകുമാർ. അല്ല,
അല്ല ഞങ്ങൾ രാഷ്ട്രീയമായി ഞങ്ങൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് കൊടി ലൂഗിന്റെയും കോൺഗ്രസിന്റെയും കൊടി താഴ്ത്തിപ്പിടിക്കുകയാണോ നിങ്ങളുടെ ധൈര്യം? രണ്ട്, നിങ്ങൾ വലിയ ഹിന്ദി ഹൃദയഭൂമിയിൽ വിജയിച്ചു എന്ന് പറഞ്ഞല്ലോ. 99 സീറ്റിൽ ഞങ്ങളും നിങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടിയ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് എവിടെ? എത്രയാ? 50 സീറ്റിന് താഴെ. 50 സീറ്റിന് താഴെ. അതിൽ 17 എണ്ണം കേരളത്തില്. ബാക്കി കുറെ മുന്നണികളുടെ കൂടെ കൂടിയിരുന്ന് കുറച്ച് സീറ്റ് നേടിയെടുത്തതിന് ശേഷം 99 സീറ്റ് നേടിയതിനു ശേഷം BJP ഹിന്ദി ഭൂമിയിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു പറയുന്നത് എന്ത് കണക്കാണ്? നിങ്ങൾ തൽക്കാലം BJP പരാജയപ്പെടുത്തിയെന്ന് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഇന്ത്യ മുന്നണി ആ വിജയത്തിന്റെ തിളക്കം എന്താണെന്ന് അറിയാമോ ശ്രീ JR പത്മകുമാർ? കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം മുഴക്കിയ BJP-യാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് 99 സീറ്റിൽ കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് നിങ്ങൾ പറഞ്ഞിടത്താണ് കേരളത്തിലെ 19 ലോക്സഭാ സീറ്റിൽ UDF വിജയിച്ചു നിൽക്കുന്നത്. ഗോപികൃഷ്ണ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് എന്തിനാ? നരേന്ദ്രമോദിയെ താഴെ ഇറക്കുമെന്നല്ലേ പ്രചരണം നടത്തിയത്? എല്ലാ സ്ഥലത്തും പറഞ്ഞത് BJP ജയിക്കില്ല, മോഡി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ഓഫീസിൽ പന്തൽ വരെ ഇട്ടതല്ലേ. എന്നിട്ട് എന്തായി? മോഡിയെ താഴെ ഇറക്കാൻ കഴിഞ്ഞോ? NDA താഴെ ഇറക്കാൻ കഴിഞ്ഞോ? ഞങ്ങൾക്ക് സീറ്റ് കുറഞ്ഞു, ഞങ്ങൾ സമ്മതിച്ചു. NDA ഭരണം അവസാനിക്കാനല്ലേ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയത്? ആനി രാജയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഒരുമിച്ച് കൂടിയത് അതിന് വേണ്ടിയിട്ടല്ലേ? അവര് പറഞ്ഞ ആ കാര്യത്തെ കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? ശരി ഡോക്ടർ ജിൻഡോ, ഒറ്റ വാചകം. ഞങ്ങൾ ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളുടെ ഫലമായിട്ട് ഞങ്ങൾ മോദി ഗവൺമെന്റിനെ താഴെ ഇറക്കി. ഇപ്പോൾ NDA സർക്കാർ എന്ന നരേന്ദ്രമോദി പോലും പറയുന്നത്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു മോദി സർക്കാർ എന്ന. എന്തുകൊണ്ട് ധൈര്യമുണ്ട് ധൈര്യമില്ല അദ്ദേഹത്തിന് മോദി സർക്കാർ എന്ന് പറയാൻ? ധൈര്യമില്ലാത്തതുകൊണ്ട് NDA സർക്കാർ എന്ന് പറയുന്നത്. ശരി, ഏതായാലും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ കന്നി മത്സരത്തിനെത്തുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ ചലനങ്ങൾ എന്താണ് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.